എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് സബ്ജക്റ്റിലെ 5ാമത്തെ മൊഡ്യൂളായ സ്വാപ്സ് ആണ്. ഓൾറെഡി ജുറാസ് തന്നിട്ടുള്ള നോട്ടിൽ നിന്നും കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വാപ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ പഠിച്ചെടുക്കാം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഏരിയയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. ആദ്യം തന്നെ സ്വാപ്പ് സിംപ്ലി മീൻസ് എക്സ്ചേഞ്ച്. ശരിക്കും പറഞ്ഞാൽ സ്വാപ്പ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം അതൊരു എക്സ്ചേഞ്ച് ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എഴുതാം ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്ട്. സ്വാപ്പും എന്താണ്? ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. 2 പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. ഇറ്റ് എക്സ്ചേഞ്ചസ് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഇൻ ഫ്യൂച്ചർ. ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ, അവിടെ ക്യാഷ് എന്നാണ് എന്നോട് കൊടുത്തു പോയത്, ക്യാഷ് ഫ്ലോ എന്നുണ്ട്. സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഇൻ ഫ്യൂച്ചറിലേക്ക് ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്ന 2 പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെൻ്റായ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനെയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്പ് പഠിച്ചു കഴിഞ്ഞു. സ്വാപ്പ് 4 കീവേഡ്സ് ഓർത്ത് വെക്കുക. ഒന്നാമത്തത് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ആണ്. സ്വാപ്പ് എന്ന് കേട്ടാൽ എക്സ്ചേഞ്ച് ആണ്. അതൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. സ്വാപ്പ് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്. 2 പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് എക്സ്ചേഞ്ച് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഇൻ ഫ്യൂച്ചറിൽ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് സ്വാപ്പ്. ഓൾറെഡി നമ്മൾ കോമൺ പോയിന്റിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ അണ്ടർലൈയിങ് അസറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. യൂസ്ഡ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ്. എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സുകളും റിസ്ക് മാനേജ്മെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. മിനിമൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനും, സ്വാപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനും മിനിമൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഇതെല്ലാം തന്നെ ഒരു സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. വാല്യൂ ഡിറൈവ്ഡ് ഫ്രം അണ്ടർലൈയിങ് അസറ്റിൽ നിന്നാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് ആണ്. കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ സ്വാപ്പിൻ്റെയും ഓപ്ഷൻ്റെയും ഫോർവേഡിൻ്റെയും എല്ലാം ഫീച്ചറായിട്ട് നമുക്ക് എഴുതാം. അപ്പം നമ്മൾ സ്വാപ്പ് എന്താണെന്നും സ്വാപ്പിൻ്റെ ഫീച്ചേഴ്സും പഠിച്ചു. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ചേഞ്ച് ആണ്. അതൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. അതൊരു എഗ്രിമെൻ്റ് ആണ്. 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഫ്യൂച്ചറിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്വാപ്സ്. സ്വാപ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ചീപ്പർ. അതൊരു ചീപ്പർ കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഹാസ് എ ലോങ് ടേം റിസ്ക് മാനേജ്മെൻറ്റ്. ലോങ് ടേം റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാപ്പ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനേജ് അസറ്റ് ലാബിലിറ്റി മിസ്മാച്ച് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്വാപ്പാണ്. ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻകം ഫോർ ഇൻവെസ്റ്റേഴ്സ്. സ്വാപ്പ് എക്സ്ചേഞ്ചിലൂടെ അഡീഷണൽ ഇൻകം ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇറ്റ് റൺ ഫോർ ലോങ് ഇയേഴ്സ്. ഒരുപാട് വർഷത്തേക്ക് പോകുന്ന ഒരു കോൺട്രാക്റ്റാണ് സ്വാപ്പ്. അത് ഫ്ലെക്സിബിൾ ആണ്. സ്വാപ്സ് ചീപ്പറാണ്, ലോങ് ടേം റിസ്ക് മാനേജ്മെൻ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ലോങ് ഇയേഴ്സിലേക്കാണ് അത് റൺ ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിന് സ്വാപ്പ് കോൺട്രാക്റ്റിലൂടെ അഡീഷണൽ ഇൻകം പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അസറ്റ് ലാബിലിറ്റി മിസ്മാച്ച് മാനേജ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്വാപ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഡീഫോൾട്ട് റിസ്ക് ആണ് വരുന്നത്. റെഗുലേറ്ററി റിസ്ക് ഉണ്ട്. കോംപ്ലക്സിറ്റി ഉണ്ട്. മ്യൂച്വൽ എഗ്രിമെൻ്റ് വേണം. സെക്കൻഡറി മാർക്കറ്റിൽ മാത്രമേ അവൈലബിൾ ആകുന്നുള്ളൂ. ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. വലിയ രീതിയിൽ ഫേമസ് ആവാത്ത അല്ലെങ്കിൽ പോപ്പുലർ ആവാത്ത ഒരു കോൺട്രാക്റ്റും കൂടെയാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാപ്പിന് ഡീഫോൾട്ട് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ സ്വാപ്പിന് റെഗുലേറ്ററി റിസ്ക് ഉണ്ട്, കോംപ്ലക്സിറ്റി ഉണ്ട്, മ്യൂച്വൽ എഗ്രിമെൻറ്റ് വേണം. സെക്കൻഡറി മാർക്കറ്റിൽ മാത്രം ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് വലിയ രീതിയിൽ വന്നിട്ടില്ല. അടുത്തതാണ് ടൈപ്സ് ഓഫ് സ്വാപ്പ്. ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് സ്വാപ്സ് ഇൻ ഡീറ്റെയിൽസ് എന്ന്. ഞാനിവിടെ വളരെ ചുരുങ്ങിയ ഒരു 1 ലൈൻ മീനിങ് ആണ് നിങ്ങൾക്ക് കൊടുത്തത്. പക്ഷെ നിങ്ങൾ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിക്കോളൂ. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ഇതിലുണ്ട്. പേപ്പറിൽ വേണ്ട കണ്ടന്റ് ഈ 1 ലൈൻ മീനിങ്ങിലുണ്ട്.
5 രീതിയിലുള്ള സ്വാപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, കറൻസി സ്വാപ്പ്, ഇക്വിറ്റി സ്വാപ്പ്, കമ്മോഡിറ്റി സ്വാപ്പ്, ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്. അപ്പോൾ 5 രീതിയിൽ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം സ്വാപ്പ് എന്താണെന്ന് എഴുതുക. എന്നിട്ട് 5 പോയിന്റ് നോട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് തന്നെ അര പേജായി അല്ലേ, ഒരു പേജിൻ്റെ ഹാഫ് പോർഷനായി. പിന്നെ ഇതിൽ ഓരോന്നും ഒരു 4 ലൈൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 1.5 പേജ്. പലപ്പോഴും നിങ്ങൾ ചോദിക്കാറില്ലേ ഈ ഷോർട്ട് നോട്ട് മാത്രം എഴുതിയാൽ മതിയൊന്ന്. ഷോർട്ട് നോട്ടിൽ തരുന്നത് നിങ്ങളുടെ ആ ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പഠിക്കില്ല അല്ലേ, ഒരുപാട് പഠിക്കാനുള്ള ആ ഒരു ടൈമൊന്നും ചിലപ്പം കിട്ടില്ല എക്സാം ടൈമിൽ. ഡിഗ്രി സ്റ്റുഡൻസ് അല്ലേ, എക്സാം ടൈമിൽ ലാസ്റ്റ് മൊമെന്റിൽ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് വീഡിയോസും ഷോർട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഞാൻ ആകെ തന്നത് ഇത്രയും സംഭവമാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ എസ്സേ വരെ ആക്കി എഴുതാനുള്ള ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ സ്വാപ്സിൻ്റെ ടൈപ്സ് ചോദിച്ചാൽ സ്വാപ്പ് എന്താണെന്ന് എഴുതും അല്ലേ. സ്വാപ്പ് എന്താണ്? എക്സ്ചേഞ്ച് ആണ്, 1 പോയിന്റായി. അതൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്, 2 പോയിന്റായി. അതൊരു എഗ്രിമെൻ്റ് ആണ് 2 പാർട്ടീസ് തമ്മിലുള്ള, 3 പോയിന്റായി. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ് ഫ്യൂച്ചറിലേക്ക്. അപ്പോൾ അത് എഴുതും നിങ്ങൾ. എന്നിട്ട് ഈ സ്വാപ്പിൻ്റെ ടൈപ്സ് 5 പോയിന്റ് കൊടുക്കും. അപ്പോഴത്തേക്ക് ഒരു അര പേജായി. പിന്നെ ഒരു വരിയൊക്കെ ഒരു ലൈനൊക്കെ വിട്ടിട്ടായിരിക്കും നിങ്ങൾ എഴുതുക. അപ്പോൾ അര പേജായി. പിന്നെ ഇത് ഒരു 2-3 ലൈൻ എക്സ്പ്ലനേഷൻ വെച്ച് എഴുതുമ്പോൾ ശരിക്കും 1.5 പേജ് വരെ വരും അല്ലേ. അപ്പം നമുക്ക് ഒന്നാമത്തെ ടൈപ്സ് എന്താണെന്ന് നോക്കാം. സ്വാപ്പിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്വാപ്പ്. ഇറ്റ് എക്സ്ചേഞ്ച് ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. ഫിക്സഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, അത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമത്തത് കറൻസി സ്വാപ്പ്. അപ്പോൾ അത് എല്ലാം സ്വാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ചേഞ്ച് ആണല്ലേ. അപ്പോൾ അതിൻ്റെ ടൈപ്സ് എഴുതുമ്പോൾ ആ എക്സ്ചേഞ്ച് എന്ന് കൂട്ടിച്ചേർത്ത് അങ്ങ് എഴുതിയാൽ സെറ്റായി. അപ്പോൾ ആദ്യം സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഇൻ ഡിഫറെൻറ്റ് കറൻസീസ്. ഡിഫറെൻറ്റ് കറൻസീസിലേക്ക് ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കറൻസി സ്വാപ്പ്. ഇക്വിറ്റി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ബേസ്ഡ് ഓൺ സ്റ്റോക്ക് പെർഫോമൻസ്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഇക്വിറ്റി സ്വാപ്പ്. കമ്മോഡിറ്റി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി പ്രൈസസിൻ്റെ ബേസിൽ ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കമ്മോഡിറ്റി സ്വാപ്പ്. അടുത്തതാണ് ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്. അതായത് ക്രെഡിറ്റ് റിസ്ക് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് ഡീഫോൾട്ട് റിസ്ക്. അപ്പം നമ്മൾ 5 മാർക്കിൻ്റെ ടൈപ്സ് ഓഫ് സ്വാപ്സ് പഠിച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, കറൻസി സ്വാപ്പ്, ഇക്വിറ്റി സ്വാപ്പ്, കമ്മോഡിറ്റി സ്വാപ്പ്, ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്. കറൻസി സ്വാപ്പ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഇൻ ഡിഫറെൻറ്റ് കറൻസീസ്. ഇക്വിറ്റി സ്വാപ്സ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോസ് ബേസ്ഡ് ഓൺ സ്റ്റോക്ക് പെർഫോമൻസ്. കമ്മോഡിറ്റി സ്വാപ്പ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോസ് ബേസ്ഡ് ഓൺ കമ്മോഡിറ്റി പ്രൈസസ്. ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ക്രെഡിറ്റ് റിസ്ക് ഫ്രം വൺ പാർട്ടി ടു അനദർ. ദെൻ മറ്റൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ആർ ദ ടേംസ് യൂസ്ഡ് ഇൻ സ്വാപ്പ് കോൺട്രാക്ട്. സ്വാപ്പ് കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യുന്ന ടേംസ് എന്തൊക്കെയാണ്? അതും നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് 1 ലൈനിൽ കൊടുത്തിട്ടുണ്ട്. സ്വാപ്പ് കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യുന്ന ടേമുകളാണ് പാർട്ടീസ്, സ്വാപ്പ് ഫെസിലിറ്റേറ്റർ, നോഷണൽ പ്രിൻസിപ്പൽ, ട്രേഡ് ഡേറ്റ്, എഫക്റ്റീവ് ഡേറ്റ്, മെച്യൂരിറ്റി ഡേറ്റ്, റീസെറ്റ് ഡേറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഞാനിതിൽ കൊടുത്തില്ലെന്നേ ഉള്ളൂ. റീസെറ്റ് ഡേറ്റ്. ഇപ്പോൾ പാർട്ടീസ്, സ്വാപ്പ് ഫെസിലിറ്റേറ്റർ, നോഷണൽ പ്രിൻസിപ്പൽ, ട്രേഡ് ഡേറ്റ്, എഫക്റ്റീവ് ഡേറ്റ്, മെച്യൂരിറ്റി ഡേറ്റ്. പാർട്ടീസ് എന്ന് പറയുമ്പോൾ ദർ ആർ 2 പാർട്ടീസ് ഇൻ സ്വാപ്പ് കോൺട്രാക്ട്. സ്വാപ്പ് കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ബയറും ഒരു സെല്ലറും, അതായത് ഒരു ഹോൾഡറും ഒരു റൈറ്ററും. അതും കൂടെ വേണമെങ്കിൽ എഴുതാം. ദർ ആർ 2 പാർട്ടീസ് ഇൻ എ സ്വാപ്പ് കോൺട്രാക്ട്. ദേ ആർ 1 buyer and 1 seller. Buyer is called holder and seller is called writer. Then സ്വാപ്പ് ഫെസിലിറ്റേറ്റർ ഉണ്ട്. സ്വാപ്പ് കോൺട്രാക്റ്റിലെ മറ്റൊരു പാർട്ടിയാണ് സ്വാപ്പ് ഫെസിലിറ്റേറ്റർ. There are 2 facilitators. സ്വാപ്പ് ഫെസിലിറ്റേറ്റേഴ്സും 2 പേരാണുള്ളത്, സ്വാപ്പ് ബ്രോക്കറും സ്വാപ്പ് ഡീലറും. അവരെ സ്വാപ്പ് ബ്രോക്കേഴ്സ് എന്നും സ്വാപ്പ് ഡീലേഴ്സ് എന്നും പറയുന്നു. അടുത്തതാണ് നോഷണൽ പ്രിൻസിപ്പൽ. നോഷണൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ
അണ്ടർലൈങ് എമൗണ്ട് ഇൻ ദി സ്വാപ്പ് കോൺട്രാക്ട്. സ്വാപ്പ് കോൺട്രാക്റ്റിൽ കാണിച്ചിട്ടുള്ള എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? അണ്ടർലൈങ് എമൗണ്ടിനെയാണ് നോഷണൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അടുത്തത് ട്രേഡ് ഡേറ്റ്. ട്രേഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് വെക്കുന്ന ഡേറ്റിനെയാണ്, എഗ്രിമെന്റ് ഡേറ്റ് ഓഫ് സ്വാപ്പ് കോൺട്രാക്റ്റിനെയാണ് ട്രേഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ആണെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടുത്ത മൊഡ്യൂൾസുകൾ സിമ്പിളായിട്ട് ക്ലാസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഷോർട്ടായിട്ടുള്ളതാണോ പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്കത് എക്സാമിന് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രേഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്ട് എഗ്രിമെന്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് ട്രേഡ് ഡേറ്റ്. അടുത്തത് എഫക്റ്റീവ് ഡേറ്റ് ആണ്. എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റിനെയാണ് എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്ട് എൻഡ് ചെയ്യുന്ന ഡേറ്റിനെയാണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയുമാണ് സ്വാപ്പ് കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യുന്ന ടേംസുകൾ. പാർട്ടീസ് ഉണ്ട്, സ്വാപ്പ് ഫെസിലിറ്റേറ്റർ ഉണ്ട്, നോഷണൽ പ്രിൻസിപ്പൽ ഉണ്ട്, ട്രേഡ് ഡേറ്റ് ഉണ്ട്, എഫക്റ്റീവ് ഡേറ്റ് ഉണ്ട്, മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഒരു സ്വാപ്പ് കോൺട്രാക്റ്റിൽ ദർ ആർ ടു പാർട്ടീസ്. ആരൊക്കെയാണ്? ബയറും സെല്ലറും. ബയർ എന്ന് പറയുമ്പോൾ, സെല്ലർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോൾഡറും റൈറ്ററും. സ്വാപ്പ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാപ്പ് കോൺട്രാക്റ്റിൽ രണ്ട് ഫെസിലിറ്റേറ്റേഴ്സ് ആണുള്ളത്, സ്വാപ്പ് ബ്രോക്കറും സ്വാപ്പ് ഡീലറും. നോഷണൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്വാപ്പ് കോൺട്രാക്റ്റിന്റെ എമൗണ്ട് ആണ് നോഷണൽ പ്രിൻസിപ്പൽ, അതായത് അണ്ടർലൈങ് എമൗണ്ട്. ട്രേഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്ട് എഗ്രിമെന്റ് വെക്കുന്ന ഡേറ്റ്. അടുത്തത് എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്വാപ്പ് കോൺട്രാക്ട് എൻഡ് ചെയ്യുന്ന ഡേറ്റ്. ഇനി ഈ മൊഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സ്വാപ്പ് ആൻഡ് ഫ്യൂച്ചർ. സ്വാപ്പും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, എന്നാൽ സ്വാപ്പ് എന്ന് പറയുന്നത് ഓവർ ദി കൗണ്ടർ കോൺട്രാക്റ്റ് ആണ്, OTC കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് പഠിച്ചു. ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, സ്വാപ്പ് എന്ന് പറയുന്നത് OTC കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചറിൽ ഡീഫോൾട്ട് റിസ്ക്കുമുണ്ട്, കൗണ്ടർ പാർട്ടി റിസ്ക്കുമുണ്ട്. എന്നാൽ സ്വാപ്പിൽ ഡീഫോൾട്ട് റിസ്ക്കും ഇല്ല, അതുപോലെ തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക്കും ഇല്ല. ഫ്യൂച്ചർ മോർ ലിക്വിഡ് ആണ്, എന്നാൽ ഫ്യൂച്ചറിന്റെ അത്ര ലിക്വിഡ് അല്ല, സ്വാപ്പ് കോൺട്രാക്ട് ലിക്വിഡ് അല്ല, ലെസ് ലിക്വിഡ് ആണ്. ഫ്യൂച്ചർ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസെറ്റ്, അണ്ടർലൈങ്ങിന്റെ അസറ്റിന്റെ ഡെലിവറിയാണ് ഫ്യൂച്ചർ. സ്വാപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ 5 മാർക്കിന് ചോദിച്ചാൽ 5 ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. ഫ്യൂച്ചറും സ്വാപ്പും തമ്മിലുള്ള 5 ഡിഫറൻസ് നമ്മൾ പഠിച്ചെടുത്തു. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, സ്വാപ്പ് എന്ന് പറഞ്ഞാൽ OTC കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചറിൽ ഡീഫോൾട്ട് റിസ്ക്കും ഉണ്ട്, കൗണ്ടർ പാർട്ടി റിസ്ക്കും ഉണ്ട്. സ്വാപ്പിൽ ഡീഫോൾട്ട് റിസ്ക്കും കൗണ്ടർ പാർട്ടി റിസ്ക്കും ഇല്ല. ഫ്യൂച്ചർ ഡെലിവറി ചെയ്യുന്നത് അണ്ടർലൈങ് അസറ്റ് ആണ്, സ്വാപ്സ് ഡെലിവറി ചെയ്യുന്നത് എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. ഫ്യൂച്ചർ ലിക്വിഡ് ആണ്, സ്വാപ്പ് ലെസ് ലിക്വിഡ് ആണ്. ഇനി ഇതിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്വാപ്ഷൻ. സ്വാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓപ്ഷൻ ടു എൻ്റർ ഇൻ ടു സ്വാപ്പ് എഗ്രിമെന്റ്. സ്വാപ്പ് എഗ്രിമെന്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനെയാണ് സ്വാപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഗിവ് ദ ഹോൾഡർ ദ റൈറ്റ് ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ. അത് ഹോൾഡർക്ക് ക്യാഷ് ഫ്ലോ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടെ കൊടുക്കുന്നു. ഇനി അവസാനമായിട്ട് ഇതിൽ നിന്നും ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലിബർ, LIBOR. ലിബർ എന്ന് പറഞ്ഞാൽ ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്. ലണ്ടൻ അതിൻ്റെ ഫുൾ ഫോം ആണ് ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റിനെയാണ് ലിബർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലെൻഡിങ് റേറ്റ് ഓഫേർഡ് ബൈ ലീഡിംഗ് ബാങ്ക്സ് ഇൻ ലണ്ടൻ. ലണ്ടനിലെ മുൻനിരയിലുള്ള ബാങ്കുകൾ കൊടുക്കുന്ന ലെൻഡിങ് റേറ്റ്, അതായത് പൈസ കടം കൊടുക്കില്ലേ, അങ്ങനെ പൈസ കടം കൊടുക്കുമ്പോൾ അവർ ഈടാക്കുന്ന പലിശ നിരക്കിനെയാണെന്ന് പറയുന്നത് ലിബർ എന്ന് പറയുന്നത്. ലിബർ എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ ലീഡിംഗ് അല്ലെങ്കിൽ പോപ്പുലർ ബാങ്കുകൾ കൊടുക്കുന്ന ആ ഒരു ലെൻഡിങ് റേറ്റിനെയാണ് ലിബർ അഥവാ ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 5ാമത്തെ മൊഡ്യൂള് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചെടുത്തു. ആദ്യം സ്വാപ്പ് എന്താണെന്ന് പഠിച്ചു. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ആണ്, അതൊരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്, അതൊരു എഗ്രിമെന്റ് ആണ് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള. അത് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. കോമൺ ഫീച്ചർ ആണത്, അത് നിങ്ങൾക്ക് എല്ലാ കോൺട്രാക്റ്റിനും ഉപയോഗിക്കാം. പിന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചു. പാർട്ടീസ് പഠിച്ചു. ആരൊക്കെയായിരുന്നു? പാർട്ടീസ് അല്ല, ടേംസ് യൂസ്ഡ് ഇൻ
സ്വാപ്പ്. അതിൽ ഒന്നാമത്തത് പാർട്ടീസ് ആണ്, ബയറും സെല്ലറും. രണ്ടാമത്തത് ഫെസിലിറ്റേറ്റർ ആണ്, ഡീലറും ബ്രോക്കറും. അല്ലേ? അങ്ങനെ നമ്മൾ അതിൻ്റെ പാർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നോഷണൽ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചെടുത്തു. ടൈപ്സ് പഠിച്ചു, ദെൻ ലിബറും സാപ്ഷനും പഠിച്ചു. താങ്ക്